ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 12-ാം തീയതി ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വിവരത്തിലേക്ക്. കേരളത്തിൽ എവിടെയും ചൊവ്വാൽ മാസപ്പിറവി കാണാത്തതിനാൽ കേരളത്തിൽ ചെറിയ പെരുന്നാൾ മെയ് 13-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പെരുന്നാൾ വ്യാഴാഴ്ചയായിരിക്കും, അന്ന് റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇന്നത്തെ കോവിഡ് കണക്കിലേക്ക് വന്നാൽ ചൊവ്വാഴ്ച ദിവസം 37,290 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 32,978 പേർ നെഗറ്റീവായി. നിലവിൽ ചികിത്സയിലുള്ളവർ 4,23,957 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,39,287 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 12 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി തുറന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. ചില സ്വകാര്യ ആശുപത്രികൾ അമിത ഫീസ് ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വകാര്യ ആശുപത്രികളുമായി ചർച്ച നടത്തി നിരക്കിൽ അന്തിമ രൂപം നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നിലവിൽ നമ്മുടെ ലോക്ക്ഡൗൺ 16-ാം തീയതി വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലും സാമൂഹ്യ വ്യാപനം കൂടിയ സാഹചര്യത്തിലും 10 ദിവസം കൂടി ലോക്ക്ഡൗൺ നീട്ടാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന് 𝗟𝗃 പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വൈദ്യുതി മീറ്റർ റീഡിംഗ് സ്വയം രേഖപ്പെടുത്തണം. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മീറ്റർ റീഡിംഗ് സ്വയം രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് 𝗟𝗃 ഒരുക്കുന്നത്. 𝗟𝗃യിൽ നിന്ന് ലഭിക്കുന്ന SMS വഴിയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റീഡിംഗ് രേഖപ്പെടുത്താം. ഒപ്പം റീഡിംഗ് ചിത്രവും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് മുഖാന്തരം നമുക്ക് പണമടക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി പറയുന്നത് നാളത്തെ റേഷൻ വിതരണമാണ്. കേരളത്തിൽ എല്ലായിടത്തും മെയ് മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാർഡുള്ള ആളുകൾക്കും അവനവന് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. സ്പെഷ്യൽ അരിയുടെ വിതരണവും നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും സ്റ്റോക്ക് എത്താത്തത് മൂലം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള BPL കാർഡിന് ഒരു വ്യക്തിക്ക് 5 കിലോ ധാന്യം എന്നുള്ള അരിയും ഗോതമ്പും വിതരണം നടക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും അത് സ്റ്റോക്ക് എത്തി വിതരണം നടക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ പോവുക. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ വിഷു കിറ്റിൻ്റെ വിതരണവും ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ടില്ല. പല കടകളിലേക്കും ഇപ്പോഴും അത് വിതരണത്തിനുള്ള സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. പല കടകളിലും അത് സ്റ്റോക്ക് ഉണ്ട് താനും. അതുകൊണ്ട് കിറ്റ് വാങ്ങാൻ പോകുന്നവരും നിങ്ങൾ ഏപ്രിൽ മാസത്തെ കിറ്റ് എത്തിയോ എന്ന് വിളിച്ചന്വേഷിച്ചതിന് ശേഷം പോയി വാങ്ങാവുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും, ഇതെല്ലാം ഒരു ഉറപ്പ് വന്നിട്ട് പോരെ ഈ ഒരു അപ്ഡേഷൻ എന്ന്. അങ്ങനെയല്ല, കേരളത്തിലെ 12,000-ലധികം റേഷൻ കടകളുണ്ട്. ഓരോ റേഷൻ കടയിലെയും കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. ആ കാര്യം എല്ലാവരും ഓർക്കുക. മറ്റുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ മാസം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് 4 കിലോ ആട്ടയാണ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ മാസവും 4 കിലോ തന്നെയായിരുന്നു. ഈ മാസത്തെ മണ്ണെണ്ണയെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഏപ്രിൽ മാസത്തിൽ മണ്ണെണ്ണ ആർക്കും ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകാർക്ക് 2 കിലോ അരി മാത്രമാണ് സ്പെഷ്യൽ അല്ലാതെ ഉള്ളത്. അതിന് 10 രൂപ 90 പൈസ നൽകേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച കേരളത്തിൽ ചെറിയ പെരുന്നാളായതുകൊണ്ട് റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല. റേഷൻ കടയുടെ സമയം ആരും മറക്കരുത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതല്ല. ഇത്രയാണ് റേഷൻ അപ്ഡേറ്റുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ. ബൈ.